ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പം നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എല്ലാം വന്നു. എല്ലാവരും അറിഞ്ഞു കാണും, എല്ലാവരും നോക്കിക്കാണും അല്ലേ. ഏകദേശം 20,000 പേരാണ് സെറ്റ് എക്സാം എഴുതിയത്. അതിൻ്റെ അകത്ത് 3,000 പേരാണ് പാസ്സായത്. അതിൽ ആ 3,000-ൽ 567 പേര് നിലവിൽ CCയുടെ കുട്ടികളാണ്. ഇപ്പോഴും റിസൾട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ അപ്ഡേഷൻ എന്താണ്, ഇനിയും വലിയ നമ്പറിലേക്ക് പോകാനാണ് സാധ്യത. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, കേരളത്തിൽ 6 കുട്ടികൾ സെറ്റ് പാസ്സാവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരാൾ, 6-ൽ 1 6-ൽ 2 ആള് CCയിൽ നിന്നാണ് പഠിച്ചിറങ്ങുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനിന്ന് വന്നത് ഈ റിസൾട്ട് ഒന്ന് പറയണം, അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ടൈം ടേബിൾ, അതിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം. ഇത്രയും കാര്യത്തിലാണ് ഞാനിന്ന് വന്നത്. അപ്പം ഇത് ഞങ്ങളുടെ റിസൾട്ടാണ്. ഇനി നമുക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിലേക്ക് പോവാം. നമ്മളിപ്പം ജൂലൈയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ജൂലൈ ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്ക്, മോസ്റ്റ് പ്രോബബ്ലി സെക്കൻഡ് വീക്ക്, ജൂലൈ സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംവിധാനത്തിലായിരിക്കും വരിക. അപ്പം നമുക്കൊരു 120 ദിവസം അടുത്ത് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 120 ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ജൂലൈ സെറ്റ് ഫിസിക്സ് നമുക്ക് കംഫർട്ടബിളി നമുക്കൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 2 വിൻഡോയാണുള്ളത്, ഒന്ന് ജാനുവരി, ഒന്ന് ജൂലൈ. ജാനുവരി വിൻഡോ കമ്പാരിറ്റീവ്ലി ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. 1,700 പേര് എഴുതിയ എക്സാമിൽ ഏകദേശം 200-232 പേരോളം ഇത്തവണ പാസ്സായിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ നമ്മുടെ ജൂലൈ വിൻഡോ, ഓഗസ്റ്റിലാണ് പരീക്ഷ നടന്നത്. ആ എക്സാം വെറും 80 പേരെ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അതെന്തുകൊണ്ടാണ്? എക്സാം ടൈറ്റ് ആകുന്നത് കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കൃത്യമായിട്ട് പാറ്റേൺ അറിഞ്ഞുകൊണ്ട് എവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്ന രീതിയിൽ മുൻകൂട്ടി പഠിക്കുക എന്നതാണ്. അതിന് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ആ സ്റ്റഡി പ്ലാൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓരോ ദിവസവും കുറച്ച് വീഡിയോ ക്ലാസ് കാണാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടും. ആ ക്ലാസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്സ് എഴുതാം. നോട്ട്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് നോട്ട്സ് എഴുതണം. അത്യാവശ്യം നമ്മൾക്ക് സ്വന്തമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഷോർട്ട് നോട്ട്സ് തന്നെയാണ് എപ്പോഴും ബെറ്റർ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു വർക്ക് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്ത് തരും. ആ വർക്ക് ഷീറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്താണ്, ആ ടോപ്പിക്കിൽ റിവിഷൻ പ്ലസ് മാസ്റ്ററിങ് നടക്കും. 2 കാര്യം അവിടെ നടക്കും. ഇതാണ് നടക്കുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇതിപ്പോൾ ഇവിടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ കുറച്ച് ഭാഗമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ഏകദേശം മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് നല്ല വലിയൊരു ടോപ്പിക്കാണ്. ഏകദേശം 360ഓളം വീഡിയോ സെഷൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് സെഷൻസ്. ലാസ്റ്റ് വരുമ്പോൾ എന്താണ്, നമ്മൾ റിവിഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പാർട്ട് ഫ്രം റിവിഷൻ മോക്ക് ടെസ്റ്റും പ്ലസ് മോഡൽ ടെസ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ. ഇതിൻ്റെ കൂടെ നമ്മൾ സപ്ലിമെൻറ്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യും, ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഈ ലൈവ് സെഷൻസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയാൻ, ഇപ്പോൾ സപ്പോസ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്, ഇന്നിപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് ഈ വീക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചതെങ്കിൽ, കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യത ഉള്ളതും വന്നതുമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. അതുവഴി ആ കണ്ടന്റ് നോളജ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഒരു സെറ്റ് ഫിസിക്സിൻ്റെ ലേണർക്ക് ആ ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്ന് കിട്ടും. സിമിലർലി ഇതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇത് കൂടാതെ ലൈവ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്. ഇത് കൂടാതെ ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം കൂടിയുണ്ട്. ഇത്രയുമാണ് CCയുടെ സെറ്റ് കോഴ്സിൻ്റെ ഏറ്റവും ആകർഷകമായ ഫീച്ചേഴ്സ്. ഇത് കൂടാതെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളും ഉണ്ട്. CCയിൽ ഇപ്പം ബിഗ് ഡേ നടക്കുകയാണ്. ബിഗ് ഡേ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് കോഴ്സുകൾക്ക് ആകർഷകമായ ഓഫറുകളുണ്ട്. അപ് ടു 60% വരെ ഓരോ കോഴ്സിനും ഓഫറുകളുണ്ട്. അപ്പം എല്ലാ കോഴ്സിനും, സെറ്റിനാണെങ്കിലും ഓഫറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പർ 9746455514 എന്ന് പറയുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഫ്രീ ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് ഫ്രീ ഗ്രൂപ്പ്സിൽ നമ്മൾ ഫ്രീ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കും. ആ ആക്ടിവിറ്റി എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രം
കോഴ്സിന് ജോയിൻ ചെയ്യാതെ ഫ്രീ ആയിട്ട് ആൾക്കാർ ഗ്രൂപ്പിൽ വരാറുണ്ട്. അപ്പം അങ്ങനെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പിൻ ചെയ്ത് വെക്കും. അപ്പം നിങ്ങൾ ആ ഗ്രൂപ്പിൽ അംഗമാകാനും ശ്രമിക്കുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സെറ്റ് എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം എന്ന് ഉള്ള ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്